ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പാറൂസ് ക്രിയേഷൻസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ ഉള്ളിയില തോരൻ എന്ന് വെച്ചാൽ വേറെ ഒന്നും, നമ്മൾ സ്പ്രിംഗ് ഒനിയൻ സ്റ്റീർ ഫ്രൈ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇത് നല്ലൊരു ഗുണത്തോട് കൂടിയ അല്ലെങ്കിൽ നല്ലൊരു പോഷക ആഹാരമാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിലേക്കായി ഞാൻ എടുത്തിരിക്കുന്നത് ഉള്ളിയില തോരൻ, കുറച്ച് ഏകദേശം ഒരു 6 തണ്ട് വലിപ്പത്തോട് കൂടിയ ഉള്ളിയില തോരൻ എടുത്തിട്ടുണ്ട്. അതിന് നമുക്കൊരു വാട്ടറിലോട്ട് ഡിപ്പ് ചെയ്തിടാം, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാനായിട്ട്, ഒന്ന് വാഷപ്പ് ചെയ്യാനായിട്ട്. അതിന് നമുക്ക് ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് പാകത്തിന് മുക്കി വയ്ക്കാം. അടുത്ത അതിലേക്കായി നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് സവാള, ഒരു ചെറിയ പീസ് ഇഞ്ചി, ദെൻ 2-3 പീസ് നമ്മുടെ ഗാർലിക്, വെളുത്തുള്ളി വേണം. അപ്പോൾ ഒരെണ്ണം അത് കേടായത്, അപ്പോൾ നമുക്കത് വേണ്ട. അപ്പോൾ നമ്മൾ 2 പീസ് വെളുത്തുള്ളിയാണ് നമ്മൾ ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിനെ ഒരു ചെറിയ കുട്ടി പീസായിട്ട് നമുക്ക് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയില തണ്ട്, അതിനെ നമ്മൾ ലാസ്റ്റ് ആ റൂട്ട് ഭാഗം നമ്മളെല്ലാം കട്ട് ചെയ്ത് കളയണം. അത് കഴിഞ്ഞ് നമ്മുടെ ഗ്രീൻ പോർഷൻ ഉണ്ട്, വൈറ്റ് പോർഷൻ ഉണ്ട്. ഇതിൽ ഗ്രീൻ പോർഷൻ നല്ല രീതിയിൽ കട്ട് ചെയ്ത് ഒരു രണ്ടായിട്ട് ആ വൈറ്റ് പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും സ്മോൾ സൈസായിട്ട് കട്ട് ചെയ്താൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. നമ്മുടെ ചീര അരിയുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഒരു ഒനിയൻ ലീഫ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ആവശ്യത്തിന് ഇതാണ് കട്ട് ചെയ്തൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പം ഞാൻ അതിലേക്കായി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കായി ഒരു സ്മാൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യുവാണ്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ അളവ് പറയുന്നില്ല ഈ വീഡിയോയിൽ, നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ പാകത്തിനായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉഴുന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, കുറച്ചൊരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ്. ആ ഉഴുന്നിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ഉഴുന്നൊരു ബ്രൗൺ കളർ കണ്ടോ, ഇതാ ഇപ്പോൾ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമ്മൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് പാകത്തിന് ആയതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ച് ഉള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നമ്മുടെ കടുതാളിക്കാനായിട്ട് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി തീർന്നതിന് ശേഷം നമ്മുടെ വറ്റൽ മുളക്, 2 ഉണങ്ങിയ വറ്റൽ മുളക് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ചുകൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം 2 കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കടുകെല്ലാം പൊട്ടി തീർന്നൊന്ന് വയറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വയറ്റി കൊടുക്കാം. ഇത് വേകാനായിട്ട് നമ്മൾ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റോളം വേവിക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും നിങ്ങൾക്ക് ആവശ്യത്തിന് പാകത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതിനെ ഒന്ന് അടച്ചു വെക്കുകയാണ്, വേറെ ഒന്നുമല്ല, നല്ല രീതിയിൽ പാകത്തിന് വെന്ത് കിട്ടാനാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നല്ലൊരു റെസിപ്പിയാണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ക്യാൻസറിൻ്റെ റിസ്ക് വളരെ കുറയ്ക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഉള്ളിയില തോരൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കണ്ണിന് നല്ലതാണ്, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ നമ്മുടെ ഫൈബർ കണ്ടന്റ് കാരണം നമ്മുടെ ഡൈജഷനൊക്കെ ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്കായി നമ്മുടെ ഉള്ളിയില തോരൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് വേവിക്കാനായിട്ട്, നല്ല രീതിയിൽ ആ ഓയിലും ഇതെല്ലാം കൂടെ ഒന്ന് പിടിക്കാനായിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം അതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ആ സമയം നമുക്ക് ഇതിലേക്കായി അരപ്പ് തയ്യാറാക്കാം. അതിലേക്കായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2 ചെറിയ പീസ്, അത് ഹാഫ് പീസ് എന്ന് പറയാൻ പറ്റില്ല, തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനതൊരു ജാറിലേക്ക് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 2 സ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ജീര പൗഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ചീരയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടിച്ചിട്ടില്ലാത്തത് കാരണം ഞാൻ ജീര ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതോടൊപ്പം പച്ചമുളക്, കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഒരു 4-5 പച്ചമുളക് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കീരത്തണ്ട് നല്ല രീതിയിൽ നമ്മുടെ ഉള്ളിയിലെ തോരൻ വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഈ അരപ്പ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാനായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ് ഇത്, ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ലതാണ്. ഇതിൽ മഞ്ഞ നിറമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ കട്ട് ചെയ്യുമ്പോൾ മാറ്റേണ്ടതാണ്. അപ്പം ഈ ഒരു നല്ലൊരു ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സീ യു നെക്സ്റ്റ് വീഡിയോ.